ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായി സേഫായി ഇരിക്കണമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന ഈ ഒരു പിക്ക് എന്ന് പറഞ്ഞാൽ ഫോട്ടോ മാനിപ്പുലേഷൻ ആണ്. അത് ഞാൻ ഫോട്ടോഷോപ്പിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ ഒരു ഫോട്ടോ മാനിപ്പുലേഷൻ എങ്ങനെ നമുക്ക് ഫോട്ടോഷോപ്പിൽ എഡിറ്റ് ചെയ്യാം, ഇതിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പൊ സ്കിപ്പ് ചെയ്യാതെ ഇരുന്ന് കാണുക. കൂടാതെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാം പേജിന്റെ ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും. അതിൽ കയറി എല്ലാവരും ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പൊ ഇങ്ങനത്തെ ഫോട്ടോഷോപ്പില് പല തരത്തില് നമുക്ക് ഫോട്ടോസ് എഡിറ്റ് ചെയ്യാം. ഫോട്ടോ മാനിപ്പുലേഷൻ, ഫോട്ടോ മേഡ് പെയിന്റിങ്, അങ്ങനെ പല വിധത്തിൽ നമുക്ക് ഫോട്ടോഷോപ്പില് എഡിറ്റ് ചെയ്യാവുന്നതാണ്. ഇന്ന് ഫോട്ടോ മാനിപ്പുലേഷൻ ആണ് കാണിക്കാൻ പോണത്. അപ്പൊ ഇതെങ്ങനെയാ ചെയ്യാന്നുള്ളത് കണ്ടാലോ? അതിന് വേണ്ടിയിട്ട് ഫോട്ടോഷോപ്പ് ആദ്യം നമുക്ക് ഓപ്പൺ ചെയ്യാം. ഫോട്ടോഷോപ്പ് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആവും നിങ്ങളുടെ കൺമുന്നിൽ വരും. അപ്പൊ ഇതിൽ ആദ്യം നമുക്ക് സ്റ്റെപ്പ് 1 ആയിട്ട് ചെയ്യേണ്ടത് എന്താ വെച്ചാല് നമുക്ക് ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് പുറത്ത് മഴ പെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ ചെറിയൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാവും. മാക്സിമം സൗണ്ട് ഇല്ലാതെ നോക്കാം കേട്ടോ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഫയൽ എന്നുള്ള ഓപ്ഷൻ ആണ് ഇവിടെ കാണുന്നത്. ഫയൽ എടുക്കുക. അതിൽ ന്യൂ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇതിൽ ഏത് രീതിയിലാണോ നിങ്ങൾക്ക് വേണ്ടത് അങ്ങനെ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഞാനെപ്പോഴും പ്രിന്റിലാണ് എടുക്കാറ് കേട്ടോ. നമുക്കിത് ഇൻ കേസ് പ്രിന്റ് ചെയ്തെടുക്കണം വെച്ചാല് അങ്ങനെ ആവാന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്നും പ്രിന്റിലാണ് എഡിറ്റ് ചെയ്യാറ്. പ്രിന്റില് പോയിട്ട് A4ലാണ് കേട്ടോ ഞാൻ എടുക്കാറ്. ഇതില് മില്ലിമീറ്റേഴ്സ് മാറ്റിയിട്ട് ഇഞ്ചസ് ആക്കാം. അപ്പൊ വിഡ്ത്ത് 8 ആയി, ഹൈറ്റ് 11 ആയി. ലാൻഡ്സ്കേപ്പ് ആക്കണമെങ്കിൽ ലാൻഡ്സ്കേപ്പ് ആക്കാം, പോർട്രേറ്റ് ആക്കണമെങ്കിൽ പോർട്രേറ്റ് ആക്കാം. ഇവിടെ ചെയ്യേണ്ട എല്ലാതും നിങ്ങളുടെ പ്രിഫറൻസ് പോലെ ഇരിക്കും. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്തതിന് ശേഷം ക്രിയേറ്റ് എന്നുള്ള ഓപ്ഷൻ കാണുന്നുണ്ടാവും. ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു ഇന്റർഫേസ് ആവും വരിക. അതില് ഇവിടെ കുറെ ടൂൾസ് ഉണ്ട്. ഈ ടൂൾസ് ഉപയോഗിച്ച് നമുക്ക് പല തരത്തിലുള്ള ഫോട്ടോസ് എഡിറ്റ് ചെയ്യാൻ പറ്റും ഫോട്ടോഷോപ്പില്. അത് ഞാൻ പിന്നീട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ഇന്നിപ്പോ ഫോട്ടോ മാനിപ്പുലേഷനിലേക്ക് കിടക്കാം കേട്ടോ. ഇവിടെ ലെയേഴ്സ് ആണ് കിടക്കുന്നത്. ഇതിലിപ്പോ നമ്മൾ എടുത്തിട്ടുള്ളത് ഫോട്ടോ മാനിപ്പുലേഷൻ ആണ്. ഒന്ന് സൂം ഇൻ ആക്കുന്നുണ്ട് കേട്ടോ. ഫോട്ടോ മാനിപ്പുലേഷനിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ എന്താ ചെയ്തത്? ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്തു. ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോണത്? നമ്മൾ ഫസ്റ്റ് ഫോട്ടോ, നമ്മൾ ഏത് ഫോട്ടോ ആണോ എടുക്കാൻ പോണേച്ചാ ആ ഫോട്ടോ ഫസ്റ്റ് സെലക്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഫയലിൽ പോയി ഈ ഒരു ഓപ്ഷൻ എടുക്കുക. പ്ലേസ് എംബഡഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ആദ്യം നമുക്ക് ആ ഫോട്ടോ പോയി എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ എവിടെയാണോ നിങ്ങളുടെ ഫോട്ടോ കിടക്കണേ വെച്ചാൽ അത് പോയി എടുക്കുക കേട്ടോ. സെലക്ട് ചെയ്തതിന് ശേഷം പ്ലേസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ ഒരു ഫോട്ടോ നമുക്ക് റീസൈസ് ചെയ്യാം. റീസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഈ ആരോ ബട്ടൺ അമർത്തിയിട്ട് നമുക്ക് ആൾട്ട് പ്രസ് ചെയ്തിട്ട് ഇത് റീസൈസ് ചെയ്യാം. ഓൾട്ട് പ്രസ് ചെയ്ത് റീസൈസ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ ഒരു ടിക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ഒരു പിക്ചർ സെലക്ട് ചെയ്തു. സെക്കൻഡ് സ്റ്റെപ്പ് സെക്കൻഡ് ഫോട്ടോ സെലക്ട് ചെയ്യാം. ഏതാണോ രണ്ടാമത്തെ ഫോട്ടോ നിങ്ങൾ സെലക്ട് ചെയ്യാൻ പോണേ വെച്ചാൽ അത് സെലക്ട് ചെയ്യാം. അതിനും ഫസ്റ്റ് നമ്മൾ ചെയ്ത പോലെ തന്നെ പ്ലേസ് എംബഡഡ് നിന്ന് എടുക്കുക കേട്ടോ. എന്നിട്ട് അതും റീസൈസ് ചെയ്യുക ആൾട്ട് പ്രസ് ചെയ്തിട്ട്. റീസൈസ് ചെയ്തതിന് ശേഷം ഈ മുകളിലെ ടിക്ക് അമർത്തുക. എന്നിട്ട് നമുക്ക് ഈ ഒരു ഫോട്ടോയുടെ ഓപ്പാസിറ്റി ഒന്ന് കുറയ്ക്കാം.
എത്രയ്ക്ക് കുറയ്ക്കണ വെച്ചാൽ അത്രയ്ക്ക് കുറയ്ക്കാം. ഞാൻ കുറച്ച് കുറയ്ക്കുന്നുള്ളൂ കേട്ടോ. എന്നിട്ട് ഈ മൂവ് ടൂള് പ്രസ് ചെയ്തിട്ട് നമുക്ക് വേണ്ട രീതിയിൽ നമുക്കൊന്ന് റീസൈസ് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ മൂവ് ചെയ്ത് വെക്കാം. വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോണ വെച്ചാല് ഈ ടോപ്പ് ലെയർ നമ്മൾ ഇനി ഇതാ ഹൈഡ് ചെയ്യാൻ പോവാണ്. അതിന് ഈ ഒരു ഓപ്ഷൻ ആണ് ക്ലിക്ക് ചെയ്യുക. ആ ഒരു കണ്ണിന്റെ ഷേപ്പ് കാണാതെ അത് ക്ലിക്ക് ചെയ്താല് അത് ഹൈഡ് ആവും. ഇനി നമ്മള് ടൂൾ എടുക്കാൻ പോവാണ്. ഈ ടൂൾ എന്ന് പറയുന്നത് റെക്ടാങ്കുലർ മാർക്ക് ടൂൾ ഉണ്ട്. പല ടൂളുകളും ഇവിടെ ഉണ്ട്. ഇതിൽ ഏത് ടൂളാണോ നിങ്ങൾക്ക് വേണ്ടത് വെച്ചാൽ അത് സെലക്ട് ചെയ്യാം. ഞാൻ ഇതില് എലിപ്റ്റിക്കൽ മാർക്ക് ടൂളാണ് എടുക്കാൻ പോണത്. അത് നമ്മള് ഈ ക്യാമറയുടെ ആ സൈസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഒന്ന് പ്രസ് ചെയ്തിട്ട് ഒന്ന് മൂവ് ചെയ്ത് വെക്കുക. അതിനുശേഷം നമ്മൾ ഹൈഡ് ചെയ്തില്ലേ, ടോപ്പ് ലെയർ ഹൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ആ ലെയർ ഒന്ന് അൺഹൈഡ് ചെയ്യുക. എന്നിട്ട് ലെയർ മാസ്ക് എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും, അതൊന്ന് പ്രസ് ചെയ്യാം. ഇപ്പതാ അത് വന്നിട്ടുണ്ട്. ആ ഒരു പിക്ചർ ആ ക്യാമറയുടെ അവിടെ വന്നിട്ടുണ്ട്. ബ്രഷ് ടൂൾ എടുത്തതിന് ശേഷം അതിൽ സോഫ്റ്റ് റൗണ്ട് ബ്രഷ് എടുക്കുക കേട്ടോ. അതെടുത്തതിന് ശേഷം ഇത് എങ്ങനെ ഏത് രീതിയിലും ചെയ്യാവുന്നതാണ്. ഇത് എനിക്കറിയാവുന്ന രീതിയിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നു മാത്രം കേട്ടോ. അപ്പൊ ഇതിന്റെ സൈസ് വേണമെങ്കിൽ നമുക്ക് കൂട്ടാനും കുറയ്ക്കാനൊക്കെ പറ്റും. അപ്പൊ ഇങ്ങനെ നമുക്ക് മാസ്ക് ചെയ്ത് വെക്കാവുന്നതാണ് കേട്ടോ. സൂം ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് ഇതിങ്ങനെ കൊടുക്കാം, അതാവും എളുപ്പം. ഏത് രീതിയിലും ചെയ്യാവുന്നതാണ്. ഞാനിവിടെ 2 രീതിയിൽ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഓപ്പാസിറ്റി നമ്മൾ കുറയ്ക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ലെയർ മാസ്ക് ഒക്കെ ചെയ്തതിന് ശേഷം ബ്രഷ് ടൂൾ എടുത്ത് സോഫ്റ്റ് റൗണ്ട് ബ്രഷ് എടുക്കുക. എന്നിട്ട് നല്ലോണം ബ്രഷ് ചെയ്തതിന് ശേഷം നല്ല ബ്രഷ് കൊടുത്തതിന് ശേഷം ഓപ്പാസിറ്റി ഒന്ന് കൂട്ടിക്കഴിഞ്ഞാല് നിങ്ങൾക്ക് ഇതിന്റെ ഒറിജിനൽ എഫക്റ്റിൽ കിട്ടും കേട്ടോ. അത് കഴിഞ്ഞിട്ട് വേണ്ട അഡ്ജസ്റ്റ്മെന്റ്സ് നിങ്ങൾക്ക് ഏതാച്ചാ കൊടുക്കാം. ഇവിടെ ലാൻഡ്സ്കേപ്പ്, ഫോട്ടോ, റിപ്പയർ, പല ഓപ്ഷൻസ് ഉണ്ട്. ഏത് ഏത് അഡ്ജസ്റ്റ്മെന്റ് ആണോ നിങ്ങൾക്ക് കൊടുക്കേണ്ടത് വെച്ചാൽ അത് സെലക്ട് ചെയ്യാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാല് സേവ് ചെയ്യുക കേട്ടോ. PSD ആയിട്ട് സേവ് ചെയ്യാം, അതല്ല നിങ്ങൾക്ക് JPG ആയിട്ട് സേവ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ്. ഞാൻ 2 രീതിയിൽ ചെയ്ത് എന്താ വെച്ചാല് ഞാൻ ആദ്യത്തെ രീതിയിൽ ചെയ്ത് ഇങ്ങനെയാണ്. പിന്നെ ഒന്ന് കുറച്ച് ഇവിടെ ഈ ഭാഗം ഒന്ന് കൂടിയെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഫോട്ടോ മാനിപ്പുലേഷൻ, അല്ലെങ്കിൽ ഫോട്ടോഷോപ്പിൽ നമ്മൾ ഫോട്ടോ മാനിപ്പുലേഷൻ പിക്ചർ വെച്ചിട്ട് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. വല്ല ഡൗട്ടും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്ത് പറയാ. പിന്നെ ഇനിയും ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ ഈ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പൊ ഇനിയും ഇങ്ങനത്തെ വീഡിയോസ് ആയിട്ട് എന്തെങ്കിലും കാണുന്നതായിരിക്കും. അപ്പോ ഒരുപാട് പേരോട് നന്ദി പറയാനുണ്ട്. കാരണം എന്താ വെച്ചാല് ഇൻസ്റ്റാഗ്രാം പേജില് എനിക്ക് ഫോളോവേഴ്സ് കൂടി. പിന്നെ എൻ്റെ ഒരു വീഡിയോ 7M ഒക്കെ ആയിട്ടുണ്ട്. ഇപ്പൊ അതാ 8M ആയിട്ടുണ്ട്. അപ്പൊ ഒരുപാട് ഒരുപാട് പേരോട് നന്ദി. ഒരുപാട് സന്തോഷമുണ്ട്. ഇനിയും സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഇനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പൊ എല്ലാവർക്കും ബൈ ബൈ.